ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന സദ്യക്ക് വിളമ്പാവുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 4 ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ യൂസ് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ് കേട്ടോ. ഒരു അത്യാവശ്യം വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് കൂടുതലും കുറവ് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. പിന്നെ നമ്മൾ കറിജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ തന്നെ ധാരാളമാണ്, കൂടുതൽ ഉപയോഗിക്കേണ്ട. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, അധികം വെള്ളം ഉപയോഗിക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നത്. കടുകിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ 1/4 ടീസ്പൂൺ ജീരകം എടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് കടുക് ചേർക്കുന്നുണ്ട്. കടുക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അതായത് കടുക് ഒത്തിരി പേസ്റ്റ് അരിയുന്നത് പോലെ അരച്ചെടുക്കരുത്. ഒന്നങ്ങ് പൊടിഞ്ഞ് തേങ്ങയുടെ ഈ കൂട്ടായിട്ട് ഒന്നങ്ങ് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് തേങ്ങ ജസ്റ്റ് കടുകിൻ്റെ ആ തരികളുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചടി കഴിക്കാൻ അങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമ്മുടെ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒത്തിരി പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അങ്ങനെ വേണം നമ്മൾ തയ്യാറാക്കിയത്. ഒത്തിരി പേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാകില്ല. ഇതിപ്പോൾ ചെറിയ ചെറിയ പീസസ് വരുന്ന രീതിയിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ബീട്രൂട്ട് വേവിച്ചതിൽ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തോളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, അപ്പോൾ പച്ചടി ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ ബീട്രൂട്ട് വേവിച്ച വെള്ളത്തിൽ നിന്ന് തന്നെ ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആവശ്യാനുസരണം ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ കുറഞ്ഞ സമയം മതി, 1-2 മിനിറ്റൊക്കെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ആ തേങ്ങയുടെ ആ ഒരു പച്ചമണക്കം മാറി നമ്മൾ ചേർത്ത ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. പച്ചടി ഒന്നുകൂടി നല്ല ഡ്രൈ ആയി ഇതിലോട്ടേക്കും തേങ്ങയുടെ മണമൊക്കെ മാറി നല്ലൊരു രീതിയിലോട്ടേക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, അതായത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ തൈര് ചേർക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ട് തൈര് ചേർക്കരുത്. അപ്പോൾ ഒരു മോര് ഒഴിക്കുന്ന ഒരു ഇതുപോലെ ഉണ്ടാകുക. അപ്പോൾ തൈരൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കുക. ഉപ്പൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് 2-3 വറ്റൽമുളകും അതുപോലെ തന്നെ ആവശ്യാനുസരണം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നമ്മുടെ കറിക്കകത്തോട്ടേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഡേറ്റ്സിൻ്റെയൊക്കെ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 2 നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.